നമസ്കാരം. മതവിദ്വേഷ പരാമർശത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് BJP നേതാവും മുൻ MLAയുമായ PC ജോർജ്. ഇതോടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസിൽ PC ജോർജിന്റെ വീട്ടിലെത്തി നോട്ടീസ് കൈമാറി. PC ജോർജ് വീട്ടിലില്ലാത്തതിനാൽ മകൻ ഷോൺ ജോർജാണ് നോട്ടീസ് കൈപ്പറ്റിയതെന്നാണ് വിവരം. ചാനൽ ചർച്ചയ്ക്കിടെയാണ് വിദ്വേഷ പരാമർശം നടത്തിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. കേസുമായി ബന്ധപ്പെട്ട് PC ജോർജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുമെന്നും സമൂഹത്തിലേക്ക് അത്തരം സന്ദേശം പോകാൻ പാടില്ലെന്നും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതിനിടെ വ്യക്തമാക്കി. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം പൂർത്തിയായി. PC ജോർജ് നിരന്തരം ജാമ്യാവസ്ഥ ലംഘിച്ചതിനാൽ മുൻകൂർ ജാമ്യം നൽകില്ലെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വാക്കാൽ അറിയിച്ചിരുന്നു. PC ജോർജ് മുമ്പും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജനുവരി 6-ന് ജനൻ TVയിൽ നടന്ന ഒരു ചർച്ചയിലാണ് PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്. ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു PC ജോർജ് ചർച്ചയിൽ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി, KT ജലീൽ, SDPI, ജമാഅത്ത് ഇസ്ലാമി എന്നിവരെയെല്ലാം ചേർന്ന് പാലക്കാട് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും PC ജോർജ് ചർച്ചയിൽ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP നേതാവിനെതിരെ കേസ് ഫയൽ ചെയ്തത്. ആദ്യമായിട്ടല്ല PC ജോർജ് ഒരു സമുദായത്തെ അപമാനിച്ച് പരാമർശം നടത്തുന്നത്. 3-ാം തവണയാണ് PC ജോർജ് ഒരു വിഭാഗത്തെ അപമാനിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലും പാലാരിവട്ടം സ്റ്റേഷനിലുമുള്ള സമാന കേസുകൾ PC ജോർജ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് PC ജോർജ് അതേ വിഭാഗത്തെ വീണ്ടും അപമാനിക്കുന്ന തരത്തിൽ വിമർശനം നടത്തിയത്. അബദ്ധം തിരിച്ചറിഞ്ഞപ്പോൾ പരാമർശം പിൻവലിച്ച് PC ജോർജ് മാപ്പ് പറഞ്ഞുവെന്നും അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നു. എന്നാൽ ഒരബദ്ധമല്ല, നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് ഹർജിക്കാരനെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. 40 വർഷം MLA ആയിരുന്ന ജോർജ് സാധാരണക്കാരനല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.